ഗുരുവായൂരിലെ പുന്നത്തൂർ റോഡിലെ തറവാട്ടുമുറ്റത്തു നിന്നും ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരത്തിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. എന്നാൽ ആ ദൂരങ്ങൾക്കിടയിലും അക്ഷരങ്ങളെ കൂടെ കൂട്ടി പ്രവാസത്തിൻ്റെ നോവും ആനന്ദവും സാഹിത്യത്തിലേക്ക് പകർത്തിയ എഴുത്തുകാരനാണ് കുന്നംകുളം ആർത്താറ്റ് പ്ലസന്റ് വില്ലയിലെ ജോർജ് വിൽസൺ. കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ട അക്കൗണ്ടന്റ് ഉദ്യോഗത്തിനിടയിലും സർഗാത്മകതയുടെ കണക്കുപുസ്തകം അദ്ദേഹം തെറ്റിച്ചില്ല. യുവത്വത്തിൻ്റെ ആവേശത്തിൽ ഗുരുവായൂരിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ജോർജ് വിൽസണിലെ എഴുത്തുകാരൻ ഉണർന്നിരുന്നു. 1964-70 കാലഘട്ടം. വെറും 18 വയസ്സ് മാത്രമുള്ളപ്പോൾ യൂത്ത് സംഘടന നടത്തിയ മത്സരത്തിൽ വൃദ്ധൻ എന്ന ചെറുകഥയിലൂടെ 1ാം സ്ഥാനം നേടിയാണ് അദ്ദേഹം വരവറിയിച്ചത്. 1969 മേരി വിജയം മാഗസിൻ നടത്തിയ അഖിലേന്ത്യാ തലത്തിലുള്ള മത്സരത്തിലെ വിജയം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. 1970 ജോലി തേടി ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുമ്പോഴും മനസ്സ് നിറയെ കഥകളായിരുന്നു. ഇതിൻ്റെ സാക്ഷ്യപത്രമാണ് 1971 തൻ്റെ 21ാം വയസ്സിൽ അദ്ദേഹം എഴുതിയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന ആദ്യ നാടകം. പ്രശസ്ത എഴുത്തുകാരൻ പുതൂർ ഉണ്ണികൃഷ്ണൻ ഇതിൻ്റെ തിരക്കഥാരചനയിൽ പങ്കാളിയായി എന്നത് ആ നാടകത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. എൻ്റെ കഥകളിൽ ഇതേമാതിരി ഞാൻ ആൾറെഡി ടോള് ഉയർത്തെഴുന്നേൽപ്പ് പോലെ തന്നെ ഈ ഗുരുവായൂർ അമ്പലനടയിലും 2 തീമാണ് അതിൽ വരുന്നത്. ഒന്ന് നമ്മുടെ ഭൗതികമായ ചിന്ത. ഇവർ പോയി ഗുരുവായൂർ പോയി ഒരു ഹസ്ബൻഡ് പോയി ഗുരുവായൂർ പോയി മക്കളില്ലാതെ പ്രാർത്ഥിക്കുകയാണ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവർ വീട്ടിൽ വരുമ്പോൾ ഒരു കുട്ടീനെ അവർ കിട്ടുന്നു. ആ കുട്ടീനെ വളർത്തി വലുതാക്കി വരുന്നത് കുറച്ച് കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലാവുന്നു ഇവരുടെ തന്നെ റിലേഷനിൽ പെട്ട ഈ പെൺകുട്ടിയുടെ ചേട്ടത്തിയുടെ മകനാണ് ഈ കുട്ടി. അങ്ങനെ അവർ ചേട്ടനെ കണ്ടെത്തുന്നു. ചേട്ടനെ കണ്ടെത്തി ഒരു വീണ്ടും ഗുരുവായൂർ വന്ന് ഗുരുവായൂരപ്പന് നന്ദി പറയുന്നതാണ് ഈ ഗുരുവായൂർ അമ്പലനടയിലെ തിരക്കഥ. 1973 ഇന്ത്യ ചൈന യുദ്ധത്തെ ആസ്പദമാക്കി രചിച്ച വിധി എന്ന കൃതിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ജീവിതം തേടി സൗദി അറേബ്യയിലേക്ക് പോയ ജോർജ് വിൽസൺ നീണ്ട 26 വർഷക്കാലം അവിടെ അക്കൗണ്ടന്റായി സേവനമനുഷ്ഠിച്ചു. മരുഭൂമിയിലെ ചൂടിലും അദ്ദേഹത്തിനുള്ളിലെ സർഗാത്മകത പാടിക്കരിഞ്ഞില്ല. മറിച്ച് പ്രവാസത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ പുതിയ സൃഷ്ടികൾക്ക് വളമായി. പ്രവാസികളുടെ പച്ചയായ ജീവിതം പ്രമേയമാക്കി അദ്ദേഹം രചിച്ച പ്രവാസി സ്വപ്നങ്ങൾ എന്ന ഏകാംഗ നാടകം ഇതിനുദാഹരണമാണ്. 2004 പുറത്തിറങ്ങിയ മിന്നൽ പിണറുകൾ എന്ന കൃതിയും ഏറെ വായനക്കാരെ ആകർഷിച്ചിരുന്നു. ദി ബ്ലാക്ക് വുമൺ, ദി ഫെയ്ത്ത് തുടങ്ങി 3 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഉൾപ്പെടെ 18ഓളം കൃതികൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും പിറന്നു. ഞാൻ 18 പുസ്തകങ്ങൾ എഴുതി. 18 പുസ്തകങ്ങളിൽ എനിക്ക് വന്നത് ഒരു 5-6 നോവലുകളുണ്ട്, പിന്നെ ഒരു 2-4 ചെറുകഥ സമാഹാരങ്ങളുണ്ട്, ഒരു തിരക്കഥയുണ്ട്, ഒരു ഏകാംഗ സമാഹാരമുണ്ട്, പിന്നെ ഇംഗ്ലീഷിലെ ഒരു ഷോർട്ട് സ്റ്റോറി കമ്പാരിഷൻ ഉണ്ട്, ദി ബ്ലാക്ക് വുമൺ, ഒരു നോവലുണ്ട് ദി ഫെയ്ത്ത്, വേറൊരു നോവലുണ്ട് ദി കംഫർട്ട് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട്, അത് DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ദി ഫെയ്ത്ത് എന്ന് പറഞ്ഞ നോവല് ബോംബെയിലുള്ള ഷേക്സ്പിയർ കമ്പനിയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദി ബ്ലാക്ക് വുമൺ ചെറുകഥ സമാഹാരം അത് കൈരളി ബുക്സ് കണ്ണൂരാണ്. കൈരളി ബുക്സ് വേറെ 2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എസ്തർ എന്ന് പറഞ്ഞിട്ട് നോവല്, അത് ഒരു ഇസ്രായേലിൽ നടക്കുന്ന സംഭവത്തിന് അനുബന്ധിച്ചുള്ള ഒരു നോവലാണ് എസ്തർ. 2010 60ാം വയസ്സിൽ സൗദിയിലെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച അദ്ദേഹം 2011 കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് ചേക്കേറി. എന്നാൽ എഴുത്തിൽ നിന്നും അദ്ദേഹം വിരമിച്ചില്ല. സിഡ്നിയിലെ പ്രവാസി കൂട്ടായ്മകൾക്കിടയിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മെൽക്കിസെദക് എന്ന നാടകം അവിടെ അവതരിപ്പിച്ചു. നാട്ടിലെ പ്രസാധകർ വഴി ഇന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തുന്നുണ്ട്. തിരുവനന്തപുരം പാപ്പാത്തി ബുക്സ് പ്രസിദ്ധീകരിച്ച സീതാ സ്വയംവരം എന്ന നോവലും കൊല്ലം പ്രൗദ ബുക്സ് ജനുവരിയിൽ പുറത്തിറക്കുന്ന ബാറ്റ് കോർണറിലെ കൊലപാതകങ്ങൾ എന്ന ത്രില്ലർ കുറ്റാന്വേഷണ നോവലും ഇതിൽ ഏറ്റവും പുതിയതാണ്. കലയും സാഹിത്യവും നിറഞ്ഞ ഈ യാത്രയിൽ അദ്ദേഹത്തിന് കരുത്തായി കലാകാരിയായ ഭാര്യ ലിസിയും കൂടെയുണ്ട്. മകൾ ഡോക്ടർ ലിജിയും സിഡ്നിയിൽ വക്കീലായ മകൻ റെക്സ് ജോർജും അച്ഛൻ്റെ എഴുത്തുവഴികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. കണക്കുകളുടെ ലോകത്തു നിന്നും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് സഞ്ചരിച്ച ജോർജ് വിൽസൺ
പ്രായം തളർത്താത്ത ആവേശവുമായി സിഡ്നിയിലിരുന്ന് ഇന്നും പുതിയ കഥകൾ നെയ്യുകയാണ്.